ദിനവിശുദ്ധർ ഒക്ടോബർ 13 വിശുദ്ധ എഡ്വേർഡ് 1004 തുടങ്ങി 1066 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. രാജാവായ ഏതൽറെഡ് രണ്ടാമൻ്റെയും എമ്മ രാജ്ഞിയുടെയും മകനായി ജനിച്ച എഡ്വേർഡ് സെയിൻറ്റ് കാന്യൂട്ടിൻ്റെ ഭരണകാലത്ത് നാടുകടത്തപ്പെട്ടു. അങ്ങനെ നോർമണ്ടിയുടെ പ്രഭുവായിരുന്ന അമ്മാവനും തൻ്റെ അർദ്ധസഹോദരൻ ആൽഫ്രഡിനുമൊപ്പമാണ് അന്യനാട്ടിൽ കഴിയേണ്ടി വന്നത്. 1036 ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ ആൽഫ്രഡിനെ കാന്യൂട്ടിൻ്റെ ജാരസന്തതിയായ ഹാരോൾഡ് വധിച്ചു. 7 വർഷത്തിന് ശേഷം രാജാവായ കാന്യൂട്ട് മരിച്ചപ്പോൾ എഡ്വേർഡ് യഥാർത്ഥ രാജാവായി അംഗീകരിക്കപ്പെട്ടു. വർഷങ്ങളോളം നാടുവിട്ട് തടവിൽ കഴിയേണ്ടി വന്ന എഡ്വേർഡിനെ തൻ്റെ ജീവിതത്തിലെ ദുരിതാനുഭവങ്ങൾ 40 വയസ്സുള്ള ഒരു വിശുദ്ധനാക്കി മാറ്റിയിരുന്നു. പ്രാർത്ഥനയിലും ദീനാനുകമ്പയിലും ആശ്രയം തേടിയ അദ്ദേഹം ലൗകിക സുഖഭോഗങ്ങളിൽ നിന്നെല്ലാം അകന്ന് വിവേകത്തോടെയും നീതിനിഷ്ഠയോടെയും രാജ്യം ഭരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ആശ്രമങ്ങളെല്ലാം പുനരുദ്ധരിച്ചു. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. വൈദികരെ പോലെ തന്നെ അധ്യാപകരെയും ബഹുമാനിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ തൻ്റെ 23 വർഷക്കാലത്തെ രാജ്യഭരണം ശാന്തവും സമാധാനപൂർണവുമായിരുന്നു. ഇംഗ്ലണ്ടിൽ വിവിധ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ തുടരാൻ അനുവദിച്ച എഡ്വേർഡ് അവയെല്ലാം ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയ്ക്ക് രൂപം നൽകി. അതാണ് പിന്നീട് ഇംഗ്ലീഷ് പൊതുനിയമത്തിന് അടിസ്ഥാനമായി മാറിയത്. ആംഗ്ലോ സാക്സൺ രാജാക്കന്മാരാണ് ഇന്ന് നിലവിലുള്ള കോടതിയുടെയും കുറ്റവിചാരണയുടെയും ഉപജ്ഞാതാക്കളെന്നതാണ് കൂടുതൽ വിചിത്രം. അവരുടെ ഗ്രാമീണ കോടതികൾ ബിഷപ്പിൻ്റെയും ഷെറീഫിൻ്റെയും സംയുക്ത നിയന്ത്രണത്തിൽ കീഴിലായിരുന്നു. സഭാപരമായ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്തിരുന്നു. കുറ്റങ്ങൾക്ക് ലഘുവായ ശിക്ഷയെ നൽകിയിരുന്നുള്ളൂ. ആദ്യമായി തെറ്റ് ചെയ്തവരെയൊക്കെ ചെറിയ ഫൈൻ ചുമത്തി വിട്ടയക്കുകയായിരുന്നു പതിവ്. ക്രൂരമായ ശിക്ഷാവിധികളൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായി ജനങ്ങളെ കഷ്ടപ്പെടുത്തി ഈടാക്കിയിരുന്ന നികുതിയെല്ലാം റദ്ദാക്കി. ജനങ്ങളെ പിഴിഞ്ഞ് നികുതി പിരിച്ച് രാജ്യം ഭരിക്കുന്നതിന് പകരം തനിക്ക് അവകാശമായി ലഭിച്ച സമ്പത്ത് കൊണ്ട് തന്നെ രാജ്യഭരണം നടത്തി. അങ്ങനെ ജനങ്ങളുടെ ആരാധനാപാത്രമായി മാറി എഡ്വേർഡ് രാജാവ്. 1066 ജനുവരി 5 എഡ്വേർഡ് ദിവംഗതനായി. സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ സംസ്കരിച്ചു. രാജാവ് പരിഷ്കരിച്ച ദേവാലയമാണ് ഇന്നറിയപ്പെടുന്ന വെസ്റ്റ് മിൻസ്റ്റർ അബി. 1161 പോപ്പ് അലക്സാണ്ടർ മൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.